പെർവർട്ടുകൾക്ക് ഇര പിടിക്കാൻ വഴിയൊരുക്കി കൊടുക്കുന്നത് പലപ്പോഴും സമൂഹത്തെ സ്വാധീനിക്കുന്ന മേഖലകളിലൂടെ തന്നെയാണ്. പൊതുപ്രവർത്തനവും ചാരിറ്റിയും ഒക്കെ അതിന് മറയാക്കുമ്പോൾ ഇടനിലക്കാരായി കൂടെ കൂട്ടുക പലപ്പോഴും സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള മുഖ്യധാരാ സ്ത്രീകൾ തന്നെയാകും. ഇരകളെ ആക്രമിക്കാനും വേട്ടക്കാരനെ വെളുപ്പിക്കാനും മുന്നിട്ടിറങ്ങുക സ്ത്രീപക്ഷം ബാധിക്കുന്ന അതേ സ്ത്രീ മുഖങ്ങളുമാകും. അങ്ങനെ വേട്ടക്കാരന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ പിന്തുണക്കാർ പുതിയ ഇരകളെയും സൃഷ്ടിച്ചു കൊടുക്കും. സിനിമാ താരങ്ങളും അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകകളും ആ ലേബലിൽ പെട്ടതോളം സ്ത്രീ സമൂഹത്തിനുണ്ടോ മറ്റൊരു നാണക്കേട്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതി വരുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ രാഹുലിനെ ന്യായീകരിച്ചവരെയും ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് മാതൃകാപരമാകുന്നത്. MLA കോൺഗ്രസ് പാർട്ടി പോലും കൈവിടുമ്പോൾ തണലൊരുക്കി കൂടെ നിർത്തിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് നാട്ടുകാരെ ബോധവൽക്കരിച്ച പരസ്യ പിന്തുണക്കാരുടെ പൊടി പോലുമില്ല ഇപ്പോൾ കണ്ടുപിടിക്കാൻ. എവിടെ പോയി? വിവാഹിതയെ സന്മാർഗം പഠിപ്പിക്കാൻ നടന്നവരും രാഹുലിന് വേണ്ടി വാദിച്ച് ക്ഷീണിച്ചവരും. പരാതികൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ഈ നാട്ടിലുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രിഗേഡ്? ഇനി വല്ലതും ബാക്കി?